ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി പാനിപ്പൂരിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കിത് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ചാട്സും സ്ട്രീറ്റ് ഫുഡെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് എരിവും മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള ചട്നി റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 3 ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് പാനിയാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈസിലുള്ള പുളി എടുത്തിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കൈകൊണ്ട് നന്നായി പിഴിഞ്ഞിട്ട് ഒരു അരിപ്പ വെച്ച് അരിച്ചിട്ട് ഒരു പാനിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി ഈത്തപ്പഴം ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് നേരത്തെ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി മിക്സ് ആക്കിയിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി വെക്കുക. ഇനി ഇതിൻ്റെ ചൂട് ആറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂട് നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ആ ടൈമിൽ ഇതിൻ്റെ പുളിയും മധുരവും ഉപ്പെല്ലാം ഒന്ന് ഓക്കെ ആണോ നോക്കുക. അപ്പോൾ ഈ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമതായിട്ട് വേണ്ടത് സ്പൈസി ആയിട്ടുള്ള ഗ്രീൻ കളർ പാനിയാണ്. അതിന് വേണ്ടിയിട്ട് 1 പീസ് ചെറുനാരങ്ങ, 3 പച്ചമുളക്, 1 കപ്പ് പുതിനയില, 1 കപ്പ് മല്ലിയില, 1 പീസ് ഇഞ്ചി, പിന്നെ ഒരു 1/4 കപ്പ് പുളിവെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പച്ചവെള്ളം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചട്നിയിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഗ്രീൻ കളർ സ്പൈസി ആയിട്ടുള്ള പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നിർബന്ധമില്ല, വേണ്ടെങ്കിൽ സ്കിപ്പാക്കാം. ഇനി ഉരുളക്കിഴങ്ങ് ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളക്കടല വേവിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് 1 കപ്പ് ഉണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ കടലയും ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് ഉള്ളി ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയത്, പിന്നെ കുറച്ച് മല്ലിയില. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ടിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനിയിപ്പോൾ ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പാക്കാം, പക്ഷെ അത് ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ പൂരിയാണ്. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് പൂരിയാണ് എടുത്തിന്. ഇതാവുമ്പോൾ കുഴക്കവും പരത്തവും ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കണം തോന്നുമ്പോൾ ആക്കാനും പറ്റും. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് ഒരു 25 to 30 രൂപേൻ്റെ ഉള്ളിലാണ് വരുന്നുള്ളൂ. ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള പൂരി ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, എന്നേരാണ് ഇത് പൊങ്ങി വരിക. പിന്നെ പൊങ്ങി വന്നപാടെ തന്നെ ഇത് എടുത്ത് മാറ്റാൻ പാടില്ല. കുറച്ച് ടൈം ഒന്ന് 2 സൈഡും ഫ്രൈ ആക്കി എടുക്കണം, എന്നാൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരൂ. ഇനി ഇതെടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് പൂരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ട് സെറ്റാക്കി എടുക്കാം. പൂരി എടുത്തിട്ട് ഇതിൻ്റെ മേലെ ഭാഗം കൈവച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഫില്ലിംഗ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പുളിയും ഈന്തപ്പഴവും ശർക്കര പാനിയെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കിയ ചട്നി ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയുടെ ഓമപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇനി ആ ഗ്രീൻ കളർ സ്പൈസി ആയിട്ടുള്ള പാനി കൂടി ഒഴിച്ചിട്ട് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരിക്കലെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.